BJP തോൽപ്പിക്കാൻ എന്ത് കുതന്ത്രവും പറ്റുക എന്നുള്ള നിലപാട് ഈ രണ്ട് മുന്നണികൾ പൊതുവെ സ്വീകരിച്ചു വരാറുണ്ട്. പക്ഷെ ഇത്തവണ ആ പരിശ്രമങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല. പിന്നെ രണ്ടുപേരും ഒന്നിച്ചു നിന്നാലും വെവ്വേറെ ശ്രമിച്ചാലും ഇത്തവണ കേരളത്തിലെ ധാരാളം മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്തവണ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു അക്കൗണ്ട് അല്ല, ധാരാളം അക്കൗണ്ടുകളുള്ള ഒരു ബ്രാഞ്ച് മുഴങ്ങി കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പരിശ്രമങ്ങളെയും, ഇവരുടെ എല്ലാ രാഷ്ട്രീയത്തെയും, ഇവരുടെ എല്ലാം തന്ത്രങ്ങളെയും, ഇവരുടെ എല്ലാം കുതന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇത്തവണ കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വലിയ വോട്ട് ശതമാനത്തിൽ വലിയ വർധനവ് നടത്തിക്കൊണ്ട് ധാരാളം സീറ്റുകളിൽ വിജയിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാരിൽ, ആ സർക്കാരിന് കരുത്ത് പകരുന്ന, ആ സർക്കാരിലെ പ്രതിനിധികളാവുന്ന, ആ സർക്കാരിന്റെ ഭരണപരമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുന്ന ആളുകൾ കേരളത്തിൽ നിന്ന് ഉണ്ടാവും എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഉറച്ച ബോധ്യം. എനിക്ക് പറയാനുള്ളത്, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് നാളെ നടക്കാനിരിക്കുന്നത്. 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള മുഹൂർത്തമാണ്. ഈ ചർച്ച കാണുന്ന മുഴുവൻ പ്രേക്ഷകരും നാളത്തെ അവസരം വിനിയോഗിക്കണം. എല്ലാവരും നിർബന്ധമായിട്ട് നാളെ വോട്ട് ചെയ്യണം. ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കരുത്. രാജ്യത്തെ അടുത്ത 5 വർഷത്തെ ഭരണത്തെ തെരഞ്ഞെടുക്കാനുള്ള നമുക്ക് ജനാധിപത്യം തരുന്ന ഒരു അവസരമാണിത്. ആ അവസരം എല്ലാവരും പൂർണ്ണമായി വിനിയോഗിക്കണം. ഏറ്റവും ശരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെ നിങ്ങൾ ഓരോരുത്തരും നടത്തണം. അങ്ങനെ ഈ രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന, ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് കൂടുതൽ വേഗം പകരുന്ന, ഈ രാജ്യത്തിന്റെ ഭാവിയെ കൂടുതൽ ശോഭനമാക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ എല്ലാവരും തയ്യാറാണോ എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്.